ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. രുചികൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ. നമുക്കൊരു ഫുഡ്, ഏത് വെറൈറ്റി ഫുഡ് എവിടെ കിട്ടിയാലും ഓടിപ്പോകുന്നവരാണ് പ്രത്യേകിച്ച് മലയാളികൾ. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാകുമ്പം ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ പോകും അല്ലേ. അത് വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഫുഡ് അടിക്കാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു റീല് കാണാനിടയായി. നമ്മുടെ നടൻ ജയസൂര്യ ഒരു പുതിയ രുചിക്കൂട്ടം പരിചയപ്പെടുത്തുന്നത്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡ് ഒരു ചെറിയ മാറ്റത്തോടെ കഴിക്കുവാണെങ്കിൽ അതിലേറെ വ്യത്യസ്തതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനിവിടെ മമ്മിയോട് പറഞ്ഞു, മമ്മി അതുണ്ടാക്കാൻ പറഞ്ഞു. ഇന്ന് സംഭവം റെഡിയാണ്. ഇപ്പോൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് തന്നതേ ഉള്ളൂ. അപ്പം ഇരുന്ന് പോലും കഴിക്കാനുള്ള ഒരു ക്ഷമയില്ല. നിന്ന് നമ്മുടെ കിച്ചണിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളീയരുടെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് പുട്ട്. പുട്ടും ഇഡലിയും ചപ്പാത്തിയും ഒന്നും ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലേ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. പുട്ടിൻ്റെ കൂടെ എന്താണെന്നാണ് ഇത്ര വെറൈറ്റി അല്ലേ. പുട്ടും പഴവും കഴിച്ചിട്ടുണ്ട്, പുട്ടും പഞ്ചസാരയും കഴിച്ചിട്ടുണ്ട്, പുട്ടും കടലയും കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വ്യത്യസ്തമായത് ഇതാണ്, പുട്ടും പായസവും. നല്ല നല്ല ചൂട് പായസം പുട്ടിൻ്റെ കൂടെ. വായി വെള്ളം വരുന്നുണ്ടോ? പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ച് നല്ല രീതിയിൽ ഒഴിക്കണം. നല്ല കണ്ടോ, നല്ല പാലൊക്കെ ഇട്ട് കൂട്ടിയിട്ട, നല്ല മുന്തിരിയൊക്കെ ഇട്ട നല്ല ഒന്നാന്തരം സേമിയ പായസം. പായസം ഇങ്ങനെ ഇട്ട് നല്ല നനഞ്ഞ് കണ്ടോ, അതുപോലെ നനഞ്ഞ് കണ്ടോ, ഇങ്ങനെ ഒഴിച്ച് സെറ്റാക്കി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം ഇത് കണ്ടോ, ഓ മോനെ, ഇത് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വൈവാണ്. ഇളക്കുമ്പം നല്ല തേങ്ങയിട്ട പുട്ട്, അതിൻ്റെ കൂടെ സേമിയ പായസം വിത്ത് നല്ല ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് സാധനമാണ്. അയ്യോ, ലൈഫിൽ ഫസ്റ്റ് ടൈമാണേ ഒരു ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത കോംബോയാണ്. നമ്മൾ ഈ ഏത്തക്കായും ബീഫും പഴംപൊരിയും ബീഫും എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ കണ്ടുപിടിച്ച ഓരോ റെസിപ്പി ഇല്ലേ, ഇത് പൊളി സാധനമാണ്. ഡാലസിലെ റെസ്റ്റോറൻറ്റുകാർ, പ്രത്യേകിച്ച് കേരള റെസ്റ്റോറൻറ്റുകാരൊക്കെ പരീക്ഷിക്കേണ്ട ഒരു ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. പൊളി സാധനം. നമുക്ക് നല്ല പായസം ഇഷ്ടമില്ലാത്തവരും ഇല്ല, ഒരു രക്ഷയില്ല. ഐറ്റം പൊളിയാ മോനെ. ഇതുണ്ടോ, നല്ല നനഞ്ഞ് പൊളിയായിട്ട് ഒന്നും പറയാം. പായസം പുട്ടും പായസവും കഴിച്ചു നോക്കും. പാൽപ്പായസം അതിൻ്റെ കൂടെ എന്താണെങ്കിലും ഓക്കെയാണ്. അയ്യോ എന്താ ടേസ്റ്റ് എന്നറിയോ. ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്തതാണ് ചുമ്മാ. അപ്പോൾ പായസം ഉണ്ട്. ഞാൻ പറഞ്ഞ പുട്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞു. ശരി, നല്ല പുട്ടാണല്ലോ. ഞാൻ വീണ്ടും എടുത്തപ്പോൾ വൈഫ് ഞാൻ പറഞ്ഞു കുറച്ച് പായസം ഒഴിച്ചു. ചേട്ടൻ പ്രാന്തുണ്ടോ പുട്ടും പായസവും? പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നന്നായിരിക്കില്ല, ഈ കളയാലോ, എനിക്ക് വേണ്ടെന്ന് നോക്കിയാലോ. എന്താ കുറച്ച് പായസം ഒഴിച്ചു. ഞാൻ പറഞ്ഞു കഴിച്ച് നോക്ക്. അപ്പം തന്നെ അവിടെ എല്ലാവരും കൊടുത്ത് പിറ്റേ ദിവസം വീട്ടിലുണ്ടാക്കിക്കുകയും ചെയ്തു. ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്യണേ, പുട്ടും പായസവും.